ഫ്ലാറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ കളർ പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഡാവിഞ്ചി റിസോൾവിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫ്ലാറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ കളർ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് നോഡ് സെക്ഷനിലോട്ട് പോയിട്ട് കുറച്ച് നോഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഞാനൊരു 3 നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നോഡിൽ ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോഡ് ലേബൽ കൊടുത്തിട്ട് എക്സ്പോഷർ എന്ന നെയിം കൊടുക്കുകയാണ്. രണ്ടാമത്തെ നോഡിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ലേബൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് കൊടുക്കണം? കോൺട്രാസ്റ്റും സാച്ചുറേഷനും. ഇപ്പം നമ്മൾ കോൺട്രാസ്റ്റ് ആൻഡ് സാച്ചുറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ നോഡും സെറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ നോഡിൽ നമുക്ക് എന്താ വേണ്ടത്? വൈറ്റ് ബാലൻസ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നോഡ് ലേബൽ കൊടുക്കുന്നു, ബാലൻസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 നോഡുകൾ എക്സ്ട്രാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്കോപ്പിൻ്റെ ഏരിയയിൽ വന്നിട്ട് ഇവിടെ വെക്ടർ സ്കോപ്പാണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് വേവ് ഫോം എന്നുള്ള ഈ ഒരു സ്കോപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ കുറച്ച് വലുതാക്കാനായിട്ട് ഇവിടെ എക്സ്പാൻഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു സിംഗിൾ കോളം കൊടുത്തിട്ടുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് അത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സ്കോപ്പ് നോക്കിയാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കിക്കോളൂ. ഈ മുകളിലോട്ട് കൊടുത്തിരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരുംതോറും ഹൈലൈറ്റ് എന്നും താഴോട്ട് പോകുന്തോറും ഷാഡോ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് രണ്ടിലോട്ടും പോവാതെ എന്ത് ചെയ്യാതെ ഇത് സെൻറ്ററിൽ ഏകദേശം സെൻറ്ററിലായിട്ട് അങ്ങ് നിൽക്കുവാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പോയിട്ടില്ല, ഈ ലൈനിലും ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ പ്രൈമറി കളർ വീൽസിൽ വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്ന് കാണാം. ഈ ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലിഫ്റ്റ് എന്ന് പറയുന്നത് ഷാഡോ, ഗാമ എന്ന് പറയുന്നത് മിഡ് ടോൺ, ഗെയിൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു സ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താ മാറ്റം വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലിഫ്റ്റിൻ്റെ ഈ താഴെയുള്ള ഈ ഒരു വീല് ഒന്ന് ലെഫ്റ്റിലോട്ട് ഡൗൺ ചെയ്യാണ് കേട്ടോ. കണ്ടോ സ്കോപ്പിൽ എന്താ നടക്കുന്നത്? ആ ഒരു ലൈറ്റ് ആ ഒരു കളർ എല്ലാം കൂടി താഴോട്ട് വരുന്നത് കണ്ടോ, ഡാർക്ക് ഏരിയയിലോട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ലൈനിൽ കൊണ്ട് മുട്ടിച്ചപ്പോഴത്തേക്ക് നമ്മളെ വീഡിയോ നോക്കി ഭയങ്കര ഡാർക്കായിപ്പോയി അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും കൊണ്ടുപോകാൻ പാടില്ല, നമ്മൾ ആ 0യിൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ പാടില്ല. അതിന് മുമ്പായിട്ട് അതിനെ നിർത്തണം. ഏകദേശം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, മുട്ടിയില്ല എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കട്ടെ, നമുക്ക് പിന്നീട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മുട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാർക്ക്, പിന്നും ഭയങ്കര ഡാർക്കായി പോകും. അത്രയും നമുക്ക് വേണ്ട. അതായത് ഷാഡോ ഭയങ്കരമായിട്ട് പിന്നും ഡാർക്കിലോട്ട് പോകും, അത്രയും വേണ്ട നമുക്ക്. അപ്പോൾ അതിൽ മുട്ടിക്കാതെ നിർത്തിയതിന് ശേഷം നിങ്ങൾ അടുത്ത ഗെയിൻ എന്ന് പറയുന്ന വീലുണ്ടല്ലോ, ആ വീലിൽ ഇവിടെ വന്നിട്ട് പ്ലസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ താന്നല്ലേ നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്യാണ്. വീഡിയോ കണ്ടാലും അറിയാം ലൈറ്റ് കുറവാണെന്ന്. അപ്പോൾ നമ്മൾ ഗെയിൻ പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് ഏരിയയിലോട്ട് പോകുന്നുണ്ടോ, കണ്ടോ? ഇനി വന്ന് മുട്ടരുത്, അതിന് താഴെയായിട്ട് നിർത്തുക. ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ, ഫൈൻ. ഇനി നമുക്ക് ഇവിടെ ഗാമ പറഞ്ഞു മിഡ് ടോൺ, അതും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കാരണം ഇവിടെ ഒരുപാട് ഷാഡോ കണക്ക് കിടക്കുന്നതൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തീരിട്ടായിട്ട് തോന്നില്ലേ സബ്ജക്റ്റ് ഇരുട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗാമ ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഗാമയുടെ ഈ ഒരു വീല് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ബാക്കിയുള്ള കളറെല്ലാം കൂടി ഇങ്ങനെ മുകളിലോട്ട് ഷിഫ്റ്റ് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഷാഡോയിൽ നിന്നും ഈ ലൈറ്റ് എല്ലാം കൂടി മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ലിഫ്റ്റ് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മതി, 0യിൽ തട്ടാൻ നിൽക്കേണ്ട, ആ ലൈനിൽ തട്ടാതെ തന്നെ നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഈ ഒരു സ്കോപ്പ് അങ്ങ് ഓഫ് ചെയ്യാം. അത് ഇവിടെ ഇൻഡ്യോ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എക്സ്പോഷർ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ഫോഗി ആയിട്ട് കിടന്നൊരു വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് കളർ വീലിൽ ഷിഫ്റ്റും ഗാമ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് ഇത് നമുക്ക് ഒറ്റ നോഡ് ചെയ്യാം, പക്ഷേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഏതിലാണ് കിടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ കോൺട്രാസ്റ്റ് ആൻഡ് സാച്ചുറേഷൻ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ശകലം കയറി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ശകലം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ കോൺട്രാസ്റ്റിൻ്റെ ഈ കളർ വീലിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും കോൺട്രാസ്റ്റ്. അത് ജസ്റ്റ് നമ്മളൊന്ന് കുറച്ചൊരു പൊട്ടിക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോപ്പ് കൂടി ശ്രദ്ധിക്കാം. ഞാൻ ഇതൊന്ന് വലുതാക്കി വയ്ക്കാം. ഇത് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന മാറ്റം നിങ്ങൾ നോക്കിക്കോളൂ.
എന്താ പറ്റുന്നത് നോക്കിയേ. അതായത് സെൻറ്ററിൽ കിടക്കുന്ന നമ്മളെ മിഡ് ടോൺ ഉണ്ടല്ലോ, ഈ മിഡ് ടോൺ ഏരിയയിൽ നിന്നും കളർ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റിലോട്ടും ഡാർക്കിലോട്ടും ഷാഡോയിലോട്ടും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് മാക്സിമം ഇരുണ്ട് പോകും. കണ്ടോ, ഇവിടെ എത്ര ഇരുട്ട് വരണുണ്ടോ. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു ശക്കല ആഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് പിവറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൻ്റെ വീഡിയോ, ഒരു ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഈ പിവറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക, താഴോട്ട് വലിക്കുക കേട്ടോ. താഴോട്ട് വലിക്കുമ്പോൾ ഈ ഒരു ഷാഡോയിലോട്ട് പോയ കളറൊക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ലൈറ്റിൻ്റെ ഏരിയയിലോട്ട് വരുന്നുണ്ട്. യെസ്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് ഇൻഡു ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, കുറച്ചുകൂടി വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് എക്സ്പോഷറിൽ പോയിട്ട് നമുക്കിവിടെ നമ്മുടെ ഗെയിൻ ഉണ്ടല്ലോ, ഗെയിൻ ശക്കല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ശകല. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. ഇനി ഫേസിൽ ഇവിടെയൊക്കെ ഇരുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഗാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കുറച്ച്. ഓക്കെ, ഇത് ഫുൾ ആൻഡ് ഫുള്ളി നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണോ അതിനനുസരിച്ച് അങ്ങോട്ടും കൂടെ മാറും കേട്ടോ. ഞാൻ ഈ പിടിക്കുന്ന അതേ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ കറക്റ്റ് ആണോ എന്നില്ല. ഇനി അടുത്തതായിട്ട് ഈ ഒരു കോൺട്രാസ്റ്റ് ആൻഡ് സാച്ചുറേഷനിൽ തന്നെ നമ്മൾ ഇനി സാച്ചുറേഷൻ കൂടി ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സാച്ചുറേഷൻ, അതായത് കളർ വീൽസിൽ തന്നെ ഇവിടെ താഴെയായിട്ട് സാച്ചുറേഷൻ ഉണ്ടാവും. ഒന്നുകിൽ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ കളർ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറ്റത്തൊരു സംഭവം കിടപ്പുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സാച്ചുറേഷൻ ആണ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമുക്കൊരു 58, ഓക്കെ, ഒരു 60 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ സാച്ചുറേഷനും കോൺട്രാസ്റ്റും എക്സ്പോഷറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത നോഡെന്ന് പറയുന്നത് വൈറ്റ് ബാലൻസിൻ്റെ നോഡാണ്. വൈറ്റ് ബാലൻസ് നോർമലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറും ടിൻറ്റും ഇവിടെ കളർ വീൽസിൽ കാണും, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട്. അതിനായിട്ട് ആദ്യം ഈ സ്കോപ്പിൻ്റെ സെക്ഷനിൽ ഈ വേവ് ഫോം മാറ്റിയിട്ട് നമ്മൾ പരേഡാക്കുക. പരേഡാക്കിയിട്ട് ഇതിനെ കുറച്ചൊന്ന് വലുതാക്കി വയ്ക്കുക. ഈ എക്സ്പാൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ പരേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇതെല്ലാം പല രീതിയിൽ പല അളവിൽ നിൽക്കുവാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബ്ലൂ ആണ്. അതിനർത്ഥം നമ്മുടെ വീഡിയോയിൽ ബ്ലൂയിഷ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ഗ്രീനാണ്. അപ്പം ബ്ലൂയിഷും ഗ്രീനും ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ വീഡിയോ കൂടുതൽ പോപ്പായി നിൽക്കുന്നത്. റെഡ് നല്ല കുറവാണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നല്ല കുറവെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് റെഡ് കുറവാണ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒന്നീ ടെമ്പറേച്ചറോ ടിൻറ്റോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതിലും സിമ്പിളായിട്ടുള്ള വേറൊരു പരിപാടി കൂടി ഉണ്ട്. നമ്മൾ ഈ ഒരു ഗെയിനില്ലേ, ഈ ഗെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗാമ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലീനിയർ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ച് കളർ വീലിൽ വന്നിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഈ ഭാഗത്ത് ലുമിക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിനെ ഒന്ന് 0 ആക്കുക. 0 ആക്കിയതിന് ശേഷം നിങ്ങളിവിടെ ഗെയിനിൽ പതുക്കെ ഒന്ന് ഈ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, അത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ പരേഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡാണ് കുറവല്ലേ. അപ്പം നമുക്ക് റെഡ് ശകലം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഗ്രീനും എന്താ പറയുക ബ്ലൂവും നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഗ്രീനും ഈ ഒരു ബ്ലൂവും കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും ഈ ഒരു സെക്ഷനിൽ നിന്നും നമ്മൾ റെഡ് ആൻഡ് ഈ ഓറഞ്ച് യെല്ലോ ഒക്കെ ഇല്ലേ, ഈ ഒരു ഭാഗത്തേക്ക് ഇതിനെ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിനെ പതുക്കെ ഞാൻ മുകളിലോട്ട് വലിക്കുകയാണ്. വലിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ആ ഒരു ഗ്രാഫ് അനങ്ങുന്നതായിട്ട് കാണാം. ശ്രദ്ധിച്ചോളൂ, ഗ്രാഫിക്സ് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഈ ഗ്രാഫ് മൊത്തത്തിൽ മാറുന്നതും കാണാം. കണ്ടോ, അങ്ങനെ ആക്കി നമ്മൾ ആ ഗ്രാഫിൽ കാണുന്ന കളറുകളെല്ലാം ഏകദേശം ഒരേ ലെവലിൽ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് ഒരേ ലെവലിൽ അത് എത്തിയിട്ടുണ്ട്. റെഡ് ആണെങ്കിൽ ശകലവും കൂടി നമുക്കൊന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഒരു ശകലം. ഓക്കെ, മതി. ഇനി നമ്മൾ നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലൊരു വൈറ്റ് ബാലൻസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഈ കോൺട്രാസ്റ്റ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമേ. കുറച്ചുകൂടി ഒന്ന് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പിവറ്റ് നമുക്ക് കുറച്ചൊന്നിങ്ങനെ പ്ലസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ വൈറ്റ് ബാലൻസ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ,
ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വൈറ്റ് ബാലൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ സെറ്റിങ്സിൽ എടുത്തിട്ടുള്ള ഫുട്ടേജുകൾ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ അല്ലാതെ കളർ ഗ്രേഡ് ചെയ്യുന്ന മറ്റൊരു വഴി കൂടിയുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും ടൈം കൺസ്യൂം ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ടിപ്പ് നമ്മൾ ഈ ഒരു കളർ വീൽസിനകത്ത് തന്നെ ഉണ്ട്, ഈ ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്ന മെത്തേഡായിരിക്കും, ചിലപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ആ ഒരു വീഡിയോ നമ്മളെ മെമ്പേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലറ്റ്സുകളും ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സജഷൻസും ഡൗട്ടുകളും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.